അതെ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫ് റോഡ് ഗെയിം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു നല്ലൊരു ഗെയിം ഇറങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത് കുറച്ച് നാളായി ഇറങ്ങിയിട്ട്, എനിക്ക് തോന്നുന്നു വർഷങ്ങളായി ഇറങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴും ഈ ഒരു ഗെയിം അത്യാവശ്യം നല്ല രീതിക്ക് ട്രെൻഡിങ് ആണ് ഇൻസ്റ്റാഗ്രാമിലേക്ക്. അപ്പോൾ ഈ ഒരു ഗെയിമിന്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഡ്നസ് എന്നാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഓഫ് റോഡ് ഗെയിം. അപ്പോൾ ഈ ഒരു ഗെയിമിന്റെ ചെറിയൊരു റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അധികം പറഞ്ഞ് നിങ്ങളെ ബോർ അടിപ്പിക്കാനുള്ള, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫോണിൽ ഈ ഒരു ഗെയിം കളിച്ചു നോക്കാം. എന്നിട്ട് അതിന്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, ഇതൊരു ഓഫ്ലൈൻ പ്ലസ് ഓൺലൈൻ ഗെയിമാണ്. അതായത് ഈ ഒരു ഗെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും കളിക്കാനായിട്ട് പറ്റും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഓഫ്ലൈൻ കളിക്കേണ്ടതാണ് ബെറ്റർ. കാരണം ഈ ഒരു ഗെയിമിൽ അധികം പ്ലേയേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈൻ ആയിട്ട് കളിക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പ്ലേയേഴ്സ് കണക്ട് ആവില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഞെക്കി നോക്കിയിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ നിങ്ങൾ ഓഫ്ലൈൻ കളിക്കേണ്ടതാണ്. ഓഫ്ലൈൻ ആകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കളിക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ നമ്മുടെ മഡ്നസ് എന്ന് പറഞ്ഞ ഗെയിം ഇവിടെ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഗൈസ് നമുക്ക് ഓഫ് റോഡ് തന്നെ കളിക്കാനുള്ള ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. കാരണം ഇതൊരു ഓഫ് റോഡ് ഗെയിം ആണല്ലോ, അപ്പോൾ ഓഫ് റോഡ് ആയിരിക്കുമല്ലോ വരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ മഡ്നസ് എന്ന് പറഞ്ഞ ഗെയിം കൂടെ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഗെയിം കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്, ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഗെയിം എങ്ങനെയുണ്ട്. തുടക്കം തന്നെ ഇങ്ങനത്തെ ഒരു പോസ്റ്റർ ആയിരിക്കും വരാം. ഇതിൽ നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് മുകളിൽ ഈ ഒരു ക്ലോസ് ബട്ടൺ കൊടുത്താൽ മാത്രം മതി. ക്ലോസ് ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ $4 ആഴ്ചയിൽ വേണമെന്ന് പറയും. അതും നിങ്ങളൊന്നും നോക്കണ്ട, ജസ്റ്റ് ക്ലോസ് അടിച്ചാൽ. അതൊക്കെ ഇവരുടെ ഒരു പ്രൊമോഷൻ ആണ്. ഓക്കെ, എല്ലാം ക്ലോസ് അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മെയിൻ ആയിരിക്കും കാണാൻ സാധിക്കുക. അവിടെ നമ്മുടെ കാർ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന വണ്ടിയാണ്, അതവിടെ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഡാമേജ് ആണ്, കാരണം ഒരു ഓഫ് റോഡ് ഞാൻ ഓടി വന്നുകൊണ്ട് തന്നെ വണ്ടി ആകെ ക്ഷീണിച്ച് കിടക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ സസ്പെൻഷൻ, വീൽസ്, എഞ്ചിൻ, ബോഡി, അഡോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ വണ്ടിയും ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിന്റെ സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്യാം, അതുപോലെ വീൽസ് അപ്ഗ്രേഡ് ചെയ്യാം, എഞ്ചിൻ അപ്ഗ്രേഡ് ചെയ്യാം, ബോഡി അപ്ഗ്രേഡ് ചെയ്യാം. ഇതൊന്നും കൂടാണ്ട് ഹാൻഡിലിംഗും നമുക്ക് ഇതുപോലെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻസ് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുകളിൽ കോയിൻസും അതുപോലെ തന്നെ നമുക്കൊരു പോയിന്റും കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെ പറ്റിയൊന്നും നമ്മളിപ്പോൾ നോക്കുന്നില്ല, കാരണം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇപ്പോൾ അപ്ഗ്രേഡ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് കളിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗെയിം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും ഫ്രണ്ട് പ്ലേ കൊടുക്കാം. ഓക്കെ, നമ്മൾ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മഡ്നസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതുപോലെ മഡ്നസ് ബാറ്റിൽ റോയൽ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഇതിൽ മഡ്നസ് എന്ന് പറയുന്നതാണ് ഓഫ്ലൈൻ, ബാറ്റിൽ റോയൽ എന്ന് പറയുന്നതാണ് ഓൺലൈൻ. ഈ ഒരു ഓൺലൈൻ നിങ്ങൾ കളിക്കേണ്ട, കാരണം ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലധികം പ്ലേയേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബാറ്റിൽ റോയൽ ഓൺലൈൻ കളിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കളിക്കാൻ പറ്റില്ല. ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് വരും ഒരു പ്ലെയറെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഓഫ്ലൈനിൽ തന്നെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഓഫ്ലൈനിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗെയിം കൂടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്, ലോഡിംഗ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മുടെ ഗെയിം കൂടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ ആ ഒരു ഗെയിമിന്റെ ഇന്റർഫേസ്. ഈ ഒരു ഓഫ് റോഡ് ഫുള്ളി നടക്കുന്നത് കാട്ടിലാണ്, അതായത് കാട്ടിലാണ് ഈ ഒരു ഗെയിം ഫുള്ള് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്ത് നമ്മുടെ വണ്ടി ഇവിടുന്ന് മൂവ് ചെയ്യിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ മൂവ് ചെയ്യിക്കുമ്പോൾ തന്നെ ഇവിടെ റെഡ് ഐക്കൺ കാണാൻ സാധിക്കും, ബേസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒന്ന് വണ്ടി നിർത്തണം, എങ്കിൽ മാത്രമേ നമുക്ക് ടാസ്ക് എന്താണെന്ന് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരുപാട് ടാസ്കുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് എടുക്കുന്നുണ്ട്. അതിന്റെ അടിയിൽ തന്നെ നമുക്ക് റിവാർഡും കൊടുത്തിട്ട് 2500 പോയിന്റ്സ് നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു ടാസ്ക് എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് റിവാർഡ് ആയിട്ട് കിട്ടും. ജസ്റ്റ് സ്റ്റാർട്ട് അടിക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗെറ്റ് റെഡി, ഇവിടെ ഗെറ്റ് റെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി നേരെ വിടുകയാണ്. ഇതിലുള്ള ഒരു മെയിൻ പ്രശ്നം, ഈ ഒരു ഗെയിമിലുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമിൽ മാപ്പ് ഇല്ല. അതൊരു ചെറിയ നെഗറ്റീവ് ആണ്, കാരണം നമുക്ക് പെട്ടെന്ന് വഴി കണ്ടുപിടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതൊരു ഓഫ് റോഡ് വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ ഏതിന്റെ ഇടയിൽ കൂടി വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് പോവാം. കാറ്റൊക്കെ കയറ്റി അങ്ങ് വിടാൻ വണ്ടി, അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. എങ്കിലും മാപ്പ് ഇല്ലാത്ത ഒരു ചെറിയ പോരായ്മ തന്നെയാണ്. അതുപോലെ തന്നെ വണ്ടി സ്ലോയിലേ പോവുള്ളൂ, അത് നിങ്ങൾക്കറിയാം. ഓഫ് റോഡ് ഗെയിമാണ്, അതുകൊണ്ട് തന്നെ വണ്ടി വലിയ സ്പീഡിലൊന്നും പോവില്ല, പയ്യെ വണ്ടി പോകത്തുള്ളൂ. വലിയ സ്പീഡിലൊന്നും നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റില്ല. ഞാനിപ്പോൾ ഇവിടെ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിമിന്റെ കുറച്ച് പോസിറ്റീവ്സ് ഞാൻ പറയാം. ഫസ്റ്റ് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ ഗ്രാഫിക്സ് ആണ്. കാരണം ഈ ഒരു ഗെയിമിൽ അത്യാവശ്യം ഗ്രാഫിക്സ് ഇതിന്റെ ഡെവലപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു ഗെയിം വെറും 1 GB അടുത്തേ വരുന്നുള്ളൂ, 1.5 GB എത്രയോ ഈ ഒരു ഗെയിം വരുന്നുള്ളൂ. അതിനുള്ള ഗ്രാഫിക്സ് ഈ ഒരു ഗെയിമിന് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം കാട്ടിലാണ് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ സൗണ്ട്സിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ പറ്റും. അതായത് ഈ ഒരു കാട്ടിൽ കൂടി നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കിളി കരയുന്നതായാലും അതുപോലെ തന്നെ ആ ഒരു കാറ്റടിക്കുന്ന ഫീൽ ആയാലും നമുക്ക് സൗണ്ടിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാട്ടിൽ കൂടി വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അതും എന്തായാലും ഈ ഒരു ഗെയിമിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിന്റെ ഹാൻഡിലിംഗ്, അതായത് കൺട്രോൾ വളരെ സിമ്പിൾ ആണ്. അതായത് ചീറിങ്ങും കാര്യങ്ങളൊന്നും അല്ല, ജസ്റ്റ് കണ്ട ആരോ ആണ് 2 ഇങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങോട്ട്, ലെഫ്റ്റ് പോകണമെങ്കിൽ ലെഫ്റ്റിലത്തെ ആരോ ഞെക്കാം, പിന്നെ ആക്സിലേറ്റർ റിവേഴ്സ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ബുദ്ധിമുട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഗെയിം വളരെ ഈസി ആയിട്ട് കളിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഞാനിവിടെ
ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. എനിക്ക് അത്യാവശ്യം ഈ ഒരു ഗെയിം ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഓഫ് റോഡ് ഗെയിം തന്നെയാണ്. നമ്മൾ ചുമ്മാക്കി ഇരിക്കുന്ന സമയത്ത് ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ഗെയിം തന്നെയാണ് മഡ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഇനി ഒരു ഗെയിമിന്റെ കുറച്ച് നെഗറ്റീവ്സ് ഞാൻ പറയാം. ഫസ്റ്റ് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമിൽ ചറ പറന്ന് ആഡ് വരും. അതായത് നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോഴും പ്ലേ ചെയ്യുമ്പോഴും നമുക്ക് ആഡ് വരും. ഈ ആഡ്സിന് അവർ റിവാർഡ് തരുന്നുണ്ട്. എങ്കിലും നമുക്ക് പെട്ടെന്ന് ഗെയിം കളിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഈ ഒരു ആഡ് വരാം. അത് അത്യാവശ്യം നല്ല രീതിക്ക് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നെറ്റ് ഓൺ ആക്കി ഇടരുത്. മാക്സിമം നെറ്റ് ഓഫ് ആക്കിയിട്ട് കളിച്ചു കഴിഞ്ഞാൽ ആഡ്സ് കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ഈ ഒരു ഗെയിം സം ടൈംസ് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ മാത്രം ലോഡ് ചെയ്യാൻ കുറച്ച് നേരം നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതും എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കിയൊക്കെ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വെള്ളത്തിൽ കൂടെയൊക്കെ ഇറങ്ങുമ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ, വെള്ളത്തിന്റെ ആ ഒരു എഫക്റ്റ്, പിന്നെ വണ്ടി അങ്ങ് കയറാൻ വലിയുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരം എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വണ്ടിയുടെ അടിയിൽ ഒരു മരം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വണ്ടി കയറാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിവേഴ്സ് അടിച്ച് വീണ്ടും വളച്ചിട്ട് വേണം വണ്ടി കയറ്റാൻ. കണ്ട ഇതുപോലെ പയ്യെ റിവേഴ്സ് അടിച്ച് കയറ്റി പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി മുകളിലോട്ട് കയറ്റാൻ പറ്റുള്ളൂ. അതായത് ഓഫ് റോഡ് ഗെയിംസ് ഒക്കെ കളിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഓഫ് റോഡ് അങ്ങനെയാണ്, നമുക്ക് ഈസി ആയിട്ടൊന്നും വണ്ടി ഓടിക്കാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ഒരു ഫീൽ ഈ ഒരു മഡ്നസ് എന്ന് പറഞ്ഞ ഗെയിമിൽ എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊരു അടിപൊളി ഓഫ് റോഡ് ഗെയിം ആണ്. ഈ ഒരു ഗെയിമിലത്തെ ഗ്രാഫിക്സ് കൊള്ളാം. അതുപോലെ 1.5 GB വരുന്നുള്ളൂ. ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് ഒരു ഗെയിം കളിക്കാം. അതുപോലെ ഒരുപാട് പോസിറ്റീവ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. എങ്കിലും കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. അതായത് ആഡ്സ് വരുന്നുണ്ട്. അതുപോലെ ലോഡ് ആവാൻ സംടൈംസ് കുറച്ച് ടൈം കൊടുക്കുന്നുണ്ട്. അതാണ് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. എങ്കിലും നിങ്ങളൊരു ഓഫ് റോഡ് ഗെയിം അല്ലെങ്കിൽ കാർ ഓടിച്ച് കളിക്കുന്ന ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഗെയിം ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ഗെയിം പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് കിട്ടൂല. ഈ ഒരു ഗെയിം നിങ്ങൾ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് പേര് സെർച്ച് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ജസ്റ്റ് ഒരു മഡ്നസ് എന്ന് പറയുന്ന അടിപൊളി ഓഫ് റോഡ് ഗെയിം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ, ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഗെയിം ആണെന്ന് അറിഞ്ഞപ്പോൾ ഒരു ചെറിയ വീഡിയോ ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യാം, വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.